വളരെ കാലം മുമ്പ് തന്നെ DTH സർവീസ് പ്രൊവൈഡേഴ്സ് അവരുടെ സെറ്റ് ടോപ്പ് ബോക്സ് റിമോട്ടിൽ കൊടുത്ത ഒരു അഡീഷണൽ ഫീച്ചറാണ് TV റിമോട്ടിൽ നിന്ന് കുറച്ച് ബട്ടൺസ്, ബേസിക് ആയിട്ടുള്ള ബട്ടൺസ് സെറ്റ് ടോപ്പ് ബോക്സ് റിമോട്ടിലേക്ക് അസൈൻ ചെയ്യുക എന്നുള്ളത്. അതിലൂടെ തന്നെ നമ്മൾ ഈ TV കാണുന്ന സമയത്ത് 2 റിമോട്ട് എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ റിമോട്ട് കൊണ്ട് തന്നെ ബേസിക് കൺട്രോൾസ് ഒക്കെ ചെയ്യാമെന്നുള്ളൊരു ഗുണമാണുള്ളത്. കേരള വിഷൻ്റെ ഏറ്റവും പുതിയ റിമോട്ടിൽ ഈ ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടൺസ് നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണിത്. ഇതാണ് കേരള വിഷൻ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ പുതിയ റിമോട്ട്. ഇതിൽ TV കൺട്രോൾസിന് വേണ്ടിയിട്ട് 4 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. വോളിയം പ്ലസ് മൈനസ്, അതുപോലെ തന്നെ TV മോഡ് ചേഞ്ച്, പിന്നെ TVയുടെ പവർ ബട്ടൺ. ഇങ്ങനെ 4 ബട്ടൺ കൺട്രോളിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ സെറ്റ് എന്നൊരു അഡീഷണൽ ബട്ടണും കൂടി ഈ TV കൺട്രോളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് TV റിമോട്ടുമായിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബട്ടണാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് പഴയ റിമോട്ട് കേരള വിഷൻ്റെ. ഇതൊരു ബേസിക് റിമോട്ടാണ്. ഇടയ്ക്ക് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്ന റിമോട്ടായിരുന്നു. ഈ പുതിയ റിമോട്ടിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം ഞാൻ അധികമായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി ഞാൻ അതെങ്ങനെയാണ് ബട്ടൺ അസൈൻ ചെയ്യുന്നതെന്ന് ജസ്റ്റ് കാണിക്കാം. ഈ റിമോട്ടിലുള്ള സെറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമ്മളുടെ പവർ ബട്ടണിൽ ഒരു LED കണ്ടിന്യൂസ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യും, ഫാസ്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ ഏത് ബട്ടണാണോ അസൈൻ ചെയ്യേണ്ടത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ LED സ്റ്റേബിളായിട്ട് നിൽക്കും. അതിനുശേഷം TVയുടെ റിമോട്ട് എടുത്ത് നമ്മൾ ഇതിലേക്ക് അസൈൻ ചെയ്യേണ്ട ബട്ടൺ പ്രസ് ചെയ്ത് ഇതിലേക്ക് അസൈൻ ചെയ്യുകയാണ് വേണ്ടത്. അസൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 റിമോട്ടുകളും ഫേസ് ടു ഫേസ് ആയിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് ചെയ്യാൻ. അതിൻ്റെ ഇടയിലെ ഗ്യാപ്പ് ഏകദേശം ഒരു 10 mm ആണ് അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. റിമോട്ടിൻ്റെ യൂസർ മാനുവലിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. എന്നാലേ കൃത്യമായിട്ടത് ആ ഒരു സിഗ്നൽ കോപ്പി ആവുള്ളൂ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ റിമോട്ടിലേക്ക്. അപ്പോൾ ഇനിയിപ്പം 1 by 1 ആയിട്ട് ഓരോ സ്വിച്ച്, ഓരോ ബട്ടണുകൾ എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ സെറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു. അപ്പം തന്നെ വീഡിയോ ക്ലിയർ ആണോ എന്നറിയത്തില്ല, LED ഫാസ്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് സെറ്റ് ടോപ്പ് ബോക്സിലെ വോളിയം പ്ലസ്സിൽ ഞാൻ പ്രസ് ചെയ്തു. ആ സമയത്ത് LED സ്റ്റേബിളായി. അതിനുശേഷം TVയുടെ റിമോട്ടിൽ ഞാൻ വോളിയം പ്ലസ്സാണ് അതിനകത്തോട്ട് അസൈൻ ചെയ്യുന്നത്. ആ വോളിയം പ്ലസ്സിലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു. പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഈ LED ഒന്ന് സ്ലോ ആയിട്ടൊന്ന് 2-3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്ത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് വോളിയം പ്ലസ് അസൈനായി. രണ്ടാമത് ഞാൻ വോളിയം മൈനസ് ഞെക്കി. അതേപോലെ തന്നെ TVയിലും വോളിയം മൈനസ് ഞെക്കി. 2-3 പ്രാവശ്യം സ്ലോ ആയിട്ട് ബ്ലിങ്ക് ചെയ്ത് വീണ്ടും ഫാസ്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ച് വോളിയം മൈനസും സെറ്റായി. ഇനിയുള്ളത് TV AV മോഡ് ചേഞ്ച് ചെയ്യുന്നത്. അതിൽ പ്രസ് ചെയ്തു. ആ പ്രസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും LED സ്റ്റേബിളായി. അതിനുശേഷം TVയുടെ റിമോട്ടിൽ നിന്ന് ആ ഒരു ഇൻപുട്ട് എന്നുള്ള സ്വിച്ചാണ് അതുള്ളത്. അതും കോപ്പിയായി. 2-3 പ്രാവശ്യം സ്ലോ ആയിട്ട് ബ്ലിങ്ക് ചെയ്ത് വീണ്ടും ഫാസ്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായി അത് സെറ്റായി. ഇനി പവർ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ സ്റ്റേബിളായി. വീണ്ടും TVയുടെ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ LED 2-3 പ്രാവശ്യം ഫാസ്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്ത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. നമ്മൾ അതിന് ശേഷം എല്ലാം കഴിഞ്ഞാൽ സെറ്റ് ഒന്നും കൂടെ ഞെക്കുക. അപ്പം കഴിഞ്ഞു. ആ LED ബ്ലിങ്ക് ചെയ്യുന്നതെല്ലാം നിന്ന് നോർമൽ ലെവലിലേക്കായി. ഇനി ആ സ്വിച്ചുകളൊക്കെ ഒന്ന് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. TVയിൽ പവർ പ്ലഗ് ഓൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ അസൈൻ ചെയ്ത പവർ ബട്ടൺ പ്രസ് ചെയ്തു. ഇപ്പോൾ TV ഓണായി വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വോളിയം മൈനസ്, ഇത് TVയുടെ വോളിയം മൈനസാണ്, അത് വർക്ക് ചെയ്യുന്നുണ്ട്. വോളിയം പ്ലസ് വർക്ക് ചെയ്യുന്നുണ്ട്, അത് TVയുടെയാണ്. ഇനിയിപ്പോൾ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ വോളിയം പ്ലസ് മൈനസ് ഞാൻ ഒന്ന് ജസ്റ്റ് ഞെക്കി കാണിച്ചു തരാം. വോളിയം മൈനസ് ഞെക്കുമ്പോൾ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ വോളിയം കുറയുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലസ്സും ആവുന്നുണ്ട്. ഇനി സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ പവർ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്തു. അപ്പോൾ ഓഫ് ചെയ്ത് ഓൺ ആക്കിയെങ്കിലും TVയുടെ മോഡ് അന്നേരത്തേക്ക് മാറിപ്പോയി. TV മറ്റെന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടോ എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അത് കുഴപ്പമില്ല, നമ്മൾ ഓൾറെഡി ഇൻപുട്ട് ബട്ടണും ഇതിനകത്തോട്ട് അസൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും സെറ്റ് ടോപ്പ് ബോക്സിലേക്ക് എത്താം. ഇൻപുട്ട് സെലക്ട് ചെയ്തു. അതിനകത്ത് തന്നെ 3ാമതായിട്ടാണ് കിടക്കുന്നത് സെറ്റ് ടോപ്പ് ബോക്സ്. അത് സെലക്ട് ചെയ്ത് നമ്മൾ വീണ്ടും പഴയ സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്നുള്ള സിഗ്നൽസ് റിസീവ് ചെയ്ത് TVയിൽ നമുക്ക് വിഷ്വൽസ് കിട്ടിത്തുടങ്ങും. അസൈൻ ചെയ്ത എല്ലാ ബട്ടണുകളും വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ TVയുടെ ബേസിക് ഓപ്പറേഷൻസ് നമുക്ക് ഈ ഒരു റിമോട്ട് കൊണ്ട് ചെയ്യാൻ പറ്റും. അതായത് TV ഓൺ ഓഫ്, വോളിയം പ്ലസ് മൈനസ്, അതേപോലെ TVയുടെ മോഡ് ചേഞ്ചസ്. TV AV എന്ന് കൊടുത്തെടുത്ത് ഞാൻ TVയുടെ ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. TVയുടെ ഡിഫറെൻറ്റ് ഇൻപുട്ട്സ് നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 റിമോട്ട് എടുത്ത് വെക്കേണ്ട. അതിന് പകരം നമുക്ക് സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ ഈ ഒരൊറ്റ റിമോട്ട് കൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യാൻ സാധിക്കും.